റംസാൻ പ്രമാണിച്ച് യുഎഇയിലെ വിവിധ ജയിലുകളിൽ കഴിയുന്ന 1010 തടവുകാരെ മോചിപ്പിക്കാൻ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയീദിന്റെ നിർദ്ദേശം. ശിക്ഷാ കാലയളവിൽ നല്ല പെരുമാറ്റം കാഴ്ചവെച്ച തടവുകാരെയാണ് മോചിപ്പിക്കുന്നത്. റംസാനിൽ കുടുംബത്തോടൊപ്പം പുതിയൊരു ജീവിതത്തിന് തുടക്കമിടാൻ അവസരം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രസിഡന്റിന്റെ തീരുമാനം. ദുബായിൽ റംദാൻ മാസത്തിൽ സ്വകാര്യ റംദാൻ ടെന്റുകൾ നിർമ്മിക്കുന്നതിന് കർശന വിലക്ക്. ദുബായ് മുനിസിപ്പാലിറ്റി അധികൃതരാണ് ഇത് സംബന്ധിച്ച വീട്ടുടമകൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. റംദാൻ കാലത്ത് താമസ സ്ഥലങ്ങൾക്ക് മുമ്പിലായി നൂറുകണക്കിന് സ്വകാര്യ ടെന്റുകൾ നിർമ്മിക്കാറുണ്ട്. നിയമം ലംഘിക്കുന്നവരിൽ നിന്ന് 1000 ദിർഹം പിഴ ഈടാക്കുമെന്നും ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. നിലവിൽ ടെന്റുകൾ നിർമ്മിച്ചു കഴിഞ്ഞവർക്ക് അവ പൊളിച്ചു നീക്കാൻ 2 ആഴ്ചത്തെ സമയം അനുവദിക്കുമെന്നും മുനിസിപ്പാലിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒമാനിൽ മധ്യാഹ്ന വിശ്രമം പ്രഖ്യാപിച്ച് മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കി. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് അവസാനം വരെയായിരിക്കും മധ്യാഹ്ന വിശ്രമം പ്രാബല്യത്തിലുണ്ടാവുക. ഇതനുസരിച്ച് ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകുന്നേരം 3:30 വരെ തുറസായ സ്ഥലങ്ങളിലും ഉയർന്ന സ്ഥലങ്ങളിലും തൊഴിലെടുപ്പിക്കാൻ പാടില്ല. വേനൽ ചൂട് ശക്തമായ സാഹചര്യത്തിൽ നിർമ്മാണ തൊഴിലാളികൾ അടക്കമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്താണ് വിശ്രമം പ്രഖ്യാപിക്കുന്നത്. നിയമം ലംഘിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണെന്നും ലംഘിക്കുന്നവർക്ക് 1 മാസം തടവോ 100 മുതൽ 500 റിയാൽ വരെ പിഴയോ ശിക്ഷയായി ലഭിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. ഒമാനിൽ ഇന്ധന വിലയിൽ ഇന്നു മുതൽ വൻ വർധനവ്. അന്താരാഷ്ട്ര വിപണിക്ക് അനുസരിച്ചുള്ള പുനർനിർണയത്തിൽ പെട്രോൾ ഡീസൽ വിലയിൽ വർധനയുണ്ടാകുമെന്ന് എണ്ണ പ്രകൃതിവാതക മന്ത്രാലയം ട്വിറ്റർ സന്ദേശത്തിൽ അറിയിച്ചു. റിപ്പോർട്ടിലേക്ക്. റെഗുലർ പെട്രോൾ ലിറ്ററിന് 21 പൈസയും സൂപ്പർ പെട്രോൾ 19 പൈസയുമാണ് കഴിഞ്ഞ മാസത്തെ വിലയിൽ നിന്ന് വർദ്ധിക്കുക. ഡീസൽ വിലയും ലിറ്ററിന് 19 പൈസ വർദ്ധിക്കും. റെഗുലർ പെട്രോൾ ലിറ്ററിന് 170 പൈസയാണ് പുതുക്കിയ വില. കഴിഞ്ഞ മാസം ഇത് 149 പൈസയായിരുന്നു. സൂപ്പർ പെട്രോൾ വില 161 പൈസയിൽ നിന്ന് 180 പൈസയായും ഡീസൽ വില 166 പൈസയിൽ നിന്ന് 185 പൈസയായും ഉയർന്നു. കാറുകൾക്ക് ഇനി ഫുൾ ടാങ്ക് അടിക്കണമെങ്കിൽ ശരാശരി 1 റിയാലോളം അധികമായി നൽകേണ്ടി വരും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ പെട്രോൾ ഡീസൽ വിലകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. വിലയിലെ അന്തരം നിമിത്തം റെഗുലർ പെട്രോളിന് ആവശ്യക്കാർ വർദ്ധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ വർഷത്തെ ആദ്യപാദത്തെ കണക്കനുസരിച്ച് റെഗുലർ പെട്രോളിന് 3 ഇരട്ടി ആവശ്യക്കാരാണ് ഉണ്ടായത്. ചില്ലറ വിപണിയിലാകും ഇന്ധനവില വർധന കൂടുതലായി പ്രതിഫലിക്കുക. റമദാനിൽ പഴം പച്ചക്കറി വിലയിൽ വർധനയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, ഒമാൻ. ഇന്ത്യൻ പ്രോപ്പർട്ടി ഷോയ്ക്ക് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തുടക്കമായി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 150 പ്രദർശകർ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഫ്ളാറ്റ് നിർമ്മാണ രംഗത്തും വിപണന രംഗത്തും വലിയ മാറ്റമാണ് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ മാറ്റത്തിന് കുതിപ്പ് കൂട്ടുന്നതാണ് ദുബായിൽ നടക്കുന്ന ഇന്ത്യൻ പ്രോപ്പർട്ടി ഷോ. ഈ വർഷത്തെ ഇന്ത്യൻ പ്രോപ്പർട്ടി ഷോ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ആരംഭിച്ചു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോപ്പർട്ടി ഷോ ബോളിവുഡ് നടനും ഇന്ത്യൻ പ്രോപ്പർട്ടി ഷോ അംബാസഡറുമായ അർബാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. 500 പദ്ധതികളിലായി 40,000-ലധികം പ്രോപ്പർട്ടികളുമായി 150 റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാരാണ് പ്രോപ്പർട്ടി ഷോയിൽ പങ്കെടുക്കുന്നത്. പ്രോപ്പർട്ടി വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുയോജ്യമായ സമയമാണിതെന്നും 10 വർഷത്തിനുള്ളിൽ $102 ബില്യൺ വളർച്ചയാണ് ഈ മേഖലയിൽ ഉണ്ടാവുകയെന്നും മേളയുടെ സംഘാടകരായ സുമാൻസ എക്സിബിഷൻസ് അധികൃതർ അറിയിച്ചു. പണ്ടെന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ അപ്പാർട്ട്മെന്റ് ബ്ലോക്ക് കുറച്ചൊരു സ്ഥലമുള്ളൂ. ആ ഒരു സ്ഥലത്തിൽ ജസ്റ്റ് ലൈക്ക് അത്ര. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ദ ഹോൾ കൺസെപ്റ്റ് ഹാവ് ചേഞ്ച്. നൗ പീപ്പിൾ വാണ്ട് എ സ്പേസ് to walk, garden area, children's play area. So people require more space. People here are looking at a good brand, good location, quality projects, services, and they need an assurance that the project will be done on time. എല്ലാ ദിവസവും രാവിലെ 11 മുതൽ രാത്രി 8 വരെയാണ് പ്രദർശനം. 15,000-ലധികം സന്ദർശകരെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. പ്രദർശനത്തിൽ ക്രെഡായ് ചെന്നൈയുടെയും ക്രെഡായ് മഹാരാഷ്ട്രയുടെയും പ്രത്യേക പവലിയനുണ്ട്. മേളയിലെത്തുന്ന സന്ദർശകരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നിരവധി സമ്മാന പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകരായ സുമാൻസ എക്സിബിഷൻസ് അറിയിച്ചു. ദുബായിൽ നിന്ന് ടി ജമാലുദ്ദീൻ. കുവൈറ്റിനെ തൊഴിൽ നിയമലംഘകരുടെ പട്ടികയിൽ നിന്നും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ നീക്കം ചെയ്തതായി കുവൈറ്റിലെ തൊഴിൽകാര്യ വകുപ്പ് മന്ത്രി ജനീവയിൽ അറിയിച്ചു. ജനീവയിൽ നടക്കുന്ന 105ാമത് ലേബർ കോൺവെൻഷനിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു കുവൈറ്റിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ഹിന്ദ് അൽ സുഹൈബ്. കുവൈറ്റ് കഴിഞ്ഞ കുറെ നാളുകളായി തൊഴിൽ രംഗത്ത് നടത്തിയ പരിഷ്കാരങ്ങളുടെ ഫലവും കുവൈറ്റ് മാൻ പവർ അതോറിറ്റിയുടെ ചിട്ടയായ പ്രവർത്തനവുമാണ് ഈ അംഗീകാരത്തിനിടയാക്കിയതെന്ന് തൊഴിൽ മന്ത്രി ഹിന്ദ് അറിയിച്ചു. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ജോയി ആലുക്കാസ് 2016-ലെ സൂപ്പർ ബ്രാൻഡായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് 7ാം തവണയാണ് തുടർച്ചയായി ജോയി ആലുക്കാസ് സൂപ്പർ ബ്രാൻഡ് പദവി നേടുന്നത്. ദുബായിൽ നടന്ന ചടങ്ങിൽ വെച്ച് ജോയി ആലുക്കാസ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺ ബോൾ ജോയി ആലുക്കാസ് ബ്രാൻഡ് പുരസ്കാരം ഏറ്റുവാങ്ങി. ജോയി ആലുക്കാസ് ഗ്രൂപ്പിനെ വീണ്ടും സൂപ്പർ ബ്രാൻഡായി തിരഞ്ഞെടുത്തതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ജോൺ ബോൾ ജോയി ആലുക്കാസ് പറഞ്ഞു. വിവിധ രാജ്യങ്ങളിലായി 120 ജ്വല്ലറി ഷോറൂമുകളാണ് ജോയി ആലുക്കാസ് ഗ്രൂപ്പിനുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
അസ്റ്റർ അൽറഫ ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സിന്റെ 7ാമത് ശാഖ മസ്കറ്റിലെ റൂബിയിൽ പ്രവർത്തനം ആരംഭിച്ചു. അസ്റ്റർ DM ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ ഒമാനിലെ വിപുലീകരണ പദ്ധതികളിൽ സുപ്രധാനമായതാണ് പോളിക്ലിനിക് എന്ന് അസ്റ്റർ അൽറഫ കൺട്രി ഹെഡും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായ സിനിയ ബിജു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനറൽ പ്രാക്ടീഷണറുടെ സേവനത്തിന് പുറമെ 8 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ലഭ്യമായിരിക്കും. എല്ലാ വിഭാഗം ആളുകൾക്കും താങ്ങാൻ കഴിയുന്ന രീതിയിലായിരിക്കും റൂബി ക്ലിനിക്കിലെ ചികിത്സാ ചെലവുകൾ ക്രമപ്പെടുത്തിയിരിക്കുകയെന്നും സിനിയ ബിജു പറഞ്ഞു. സൗദി അറേബ്യയിൽ കാണാതായ കോഴിക്കോട് കായണ സ്വദേശി ജ്യോതിഷിനെ അറാർ പ്രവാസി സംഘം ഉൾമരുഭൂമിയിൽ കണ്ടെത്തി. മരുഭൂമിയിൽ ആടിനെ മേയ്ക്കാൻ സ്പോൺസർ കൊണ്ടുപോയ ജ്യോതിഷ് ഭക്ഷണവും വെള്ളവും കിട്ടാതെ അവശനിലയിലായിരുന്നു. ജ്യോതിഷിനെ രക്ഷപ്പെടുത്താൻ അധികൃതരുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അറാർ പ്രവാസി സംഘം. കോഴിക്കോട് കായണ സ്വദേശി ജ്യോതിഷ് പ്രവാസ ജീവിതം ആഗ്രഹിച്ച് ഫെബ്രുവരി 29-നാണ് സൗദി അറേബ്യയിലെത്തിയത്. കൂട്ടാലിട ചെറുക്കാട് സ്വദേശികളായ ഗിരീഷ്, സന്തോഷ് എന്നിവരും ജ്യോതിഷിനോടൊപ്പം ഉണ്ടായിരുന്നു. സന്തോഷിനെ അഫർബാത്തിലെ വെൽഡിംഗ് ഷോപ്പിലേക്ക് അയച്ച സ്പോൺസർ ജ്യോതിഷിനെയും ഗിരീഷിനെയും മരുഭൂമിയിൽ ആടിനെ മേയ്ക്കാൻ കൊണ്ടുപോയി. തുടർന്ന് ഇരുവരെക്കുറിച്ചും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. വീട്ടുകാർ ഇന്ത്യൻ എംബസി ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് അറാർ പ്രവാസി സംഘം നടത്തിയ അന്വേഷണത്തിൽ റിയാദിലെ മജ്മ മരുഭൂമിയിൽ നിന്ന് ഗിരീഷിനെ കണ്ടെത്തി രക്ഷപ്പെടുത്തി. ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഉൾമരുഭൂമിയിൽ ജ്യോതിഷിനെ കണ്ടെത്തിയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അറാറിലെ മരുഭൂമിയിൽ 650 കിലോമീറ്റർ അകലെ ആടുകളോടൊപ്പം അവശനിലയിലാണ് ജ്യോതിഷിനെ കണ്ടെത്തിയത്. സ്പോൺസറുടെ ക്രൂര നടപടിയിൽ ദിവസങ്ങളായി ഭക്ഷണവും വെള്ളവുമില്ലാതെ കഴിയുകയാണ് ജ്യോതിഷ്. രക്ഷപ്പെടുത്താനുള്ള പ്രവാസി സംഘത്തിന്റെ ശ്രമത്തെ സ്പോൺസറും കൂട്ടാളികളും തടഞ്ഞതിനെ തുടർന്ന് അധികൃതരുടെ സഹായം തേടിയിരിക്കുകയാണ് അറാർ പ്രവാസി സംഘം. ന്യൂസ് ഡെസ്ക്. തിരികെ വാർത്തയിലേക്ക്. മുല്ലപ്പെരിയാറിൽ സർക്കാരിന്റെ നിലപാടും സമരസമിതിയുടെ നിലപാടും തമ്മിൽ വ്യത്യാസമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതിയ ഡാം വേണ്ടെന്ന നിലപാട് തനിക്കോ പുതിയ സർക്കാരിനോ ഇല്ലെന്നും പിണറായി പറഞ്ഞു. അഴിമതിക്കാർക്ക് സർക്കാർ ഒരു തരത്തിലും സഹായം നൽകില്ലെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. മന്ത്രിമാർക്ക് LDF തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാർ നിലപാടും സമരക്കാരുടെ നിലപാടും തമ്മിൽ വ്യത്യാസമില്ലെന്നും യാഥാർത്ഥ്യങ്ങൾ കണ്ടുപോകണമെന്ന് മാത്രമാണ് താൻ ദില്ലിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞതെന്നുമായിരുന്നു പിണറായി വിജയൻ വിശദീകരിച്ചത്. സുപ്രീം കോടതി വിധി നിലനിൽക്കുന്നുണ്ട്. അയൽ സംസ്ഥാനമായ തമിഴ്നാടുമായി സംഘർഷത്തിൽ പോകാൻ സർക്കാരിന് താല്പര്യമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനവുമില്ലെന്നും പിണറായി വിശദീകരിച്ചു. പുതിയ ഡാം വേണ്ട എന്ന നിലപാടല്ല എനിക്കോ ഈ പുതിയ ഗവൺമെന്റിനോ ഉള്ളത്. കേരളത്തിന് അങ്ങനെ നിലപാടില്ല. പക്ഷെ പുതിയ ഡാം നമ്മൾ കുറച്ച് കല്ലുകൊടുത്ത് കൊണ്ടുപോയി കെട്ടാൻ കഴിയുന്നതല്ല. പുതിയ ഡാം കെട്ടണമെങ്കിൽ നമ്മൾ തന്നെ നിയമസഭ പാസ്സാക്കിയുള്ള പ്രമേയം തന്നെ തമിഴ്നാടും കേരളവും കൂടിയേ സാധിക്കും. അതിന് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് സമ്മതിക്കണം. അപ്പോൾ തമിഴ്നാടും കേരളവും കൂടി കെട്ടുകയാണ് വേണ്ടത്. അന്താരാഷ്ട്ര വിദഗ്ധരെ കൊണ്ട് ഡാമിന്റെ ബലത്തെപ്പറ്റി പരിശോധന നടത്തണമെന്നാണ് നമ്മുടെ നിലപാട്. എന്നാൽ ദൗർഭാഗ്യവശാൽ സുപ്രീം കോടതി അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അഴിമതിക്കാർക്കെതിരെ സർക്കാർ ശക്തമായ നിലപാടെടുക്കും. അഴിമതിക്കാർ പഴയ ശീലം വെച്ച് പുതിയ കാലത്ത് പെരുമാറരുത്. നേമത്തെ O രാജഗോപാലിന്റെ വിജയം BJPയുടെ ശക്തി കൊണ്ടല്ല. UDFന്റെ ബൂത്ത് ഏജന്റുമാർ പോലും പല ബൂത്തിലും ഇല്ലാതെ പോയി. പ്രതീക്ഷിച്ച സീറ്റുകളിൽ വിജയിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് RSS സംസ്ഥാനത്ത് അക്രമം അഴിച്ചുവിടുന്നതെന്നും പിണറായി പറഞ്ഞു. ചടങ്ങിൽ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർക്ക് LDF ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി. വിവിധ മന്ത്രിമാർ, MLA മാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന വിജിലൻസ് ഡയറക്ടറായി DGP ജേക്കബ് തോമസ് ചുമതലയേറ്റു. ക്രിയാത്മക വിജിലൻസായിട്ടാകും ഇനി പ്രവർത്തിക്കുക. പത്തി വിടർത്തി പേടിപ്പിക്കുന്ന പതിവുണ്ടാകില്ലെന്നും അഴിമതിക്കാർ കടികൊള്ളുമ്പോൾ അറിഞ്ഞുകൊള്ളുമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. കഴിഞ്ഞ കാലത്തെ വേട്ടയാടലുകളെ കൊതുകുകടി പോലെ കാണുന്നുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാവിലെ തന്നെ വിജിലൻസ് ആസ്ഥാനത്തെത്തി ചുമതലയേറ്റ ശേഷമാണ് വിജിലൻസിന്റെ ഇനിയുള്ള നിലപാടുകൾ ജേക്കബ് തോമസ് വ്യക്തമാക്കിയത്. ക്രിയാത്മക വിജിലൻസായിട്ടാണ് ഇനി പ്രവർത്തിക്കുക. അഴിമതിക്കാർക്ക് ആദ്യം യെല്ലോ കാർഡ് നൽകും, പിന്നീട് ആവർത്തിച്ചാൽ റെഡ് കാർഡ് നൽകുമെന്നും ജേക്കബ് തോമസ് വ്യക്തമാക്കി. ആദ്യം ബാക്കി ഡിപ്പാർട്ട്മെന്റുകളിലെ ടീമുകൾ നല്ലതായിട്ട് അല്ലെ ഫൗൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ യെല്ലോ കാർഡ് കാണിക്കുക. അപ്പോൾ യെല്ലോ കാർഡ് കാണിച്ചിട്ട് ഫലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലാണ് സാധാരണ അറിയാമല്ലോ ഈ റെഡ് കാർഡ് കാണിക്കുക എന്നുള്ളത്. എല്ലാ വകുപ്പുകളെയും വിജിലൻസ് നിരീക്ഷിക്കും. ബാർ കേസ് ഉൾപ്പെടെയുള്ളവയിൽ പുറകോട്ട് നോക്കിയുള്ള നടത്തമല്ല വിജിലൻസിനുള്ളതെന്നും DGP പ്രതികരിച്ചു. അഴിമതിക്കാരെ പത്തിവിടർത്തി പേടിപ്പിക്കുന്ന പതിവ് ഇനിയുണ്ടാകില്ല. കടികൊള്ളുമ്പോൾ ഇനി അറിഞ്ഞുകൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
ഇത്രയും നാൾ കെട്ടിടങ്ങൾ പണിയാൻ നിർദ്ദേശം നൽകിയിരുന്ന താൻ അഴിമതിക്കാർക്കെതിരെയാകും ഇനി പണിയുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനായി വിജിലൻസിന്റെ ക്യാപ്റ്റനായും ഗോൾ കീപ്പറായും സ്ട്രൈക്കറായും പ്രവർത്തിക്കും. കഴിഞ്ഞ കാലത്തെ വേട്ടയാടലുകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇത്തരത്തിലായിരുന്നു DGPയുടെ മറുപടി. ഇപ്പോൾ നമ്മൾ സാധാരണ നടന്നു പോകുമ്പോൾ ഒരു കൊതുക് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവത്തില്ലേ? കൊതുകിനെ അടിച്ച് അങ്ങ് മുന്നോട്ട് പോകുന്നില്ലേ നല്ലത്? അല്ലാതെ കൊതുക് നമ്മളെ കടിച്ചു എന്ന് പറഞ്ഞ് വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ് ഓർത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതൊക്കെ കൊതുക് കടി പോലെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ദൈനംദിന ജീവിതത്തിൽ പൊതുജനം നേരിടുന്ന അഴിമതി അവസാനിപ്പിക്കുമെന്നും DGP ജേക്കബ് തോമസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെതിരെ TP സെൻകുമാർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു. സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ട്രിബ്യൂണൽ അംഗീകരിച്ചില്ല. അതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയക്കാൻ ട്രിബ്യൂണൽ ഉത്തരവിട്ടു. സെൻകുമാറിന്റെ ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. തന്നെ നീക്കിയ നടപടി പോലീസ് ആക്ടിന്റെയും അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങളുടെയും ലംഘനമാണെന്നാണ് സെൻകുമാർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. പോലീസ് ആക്ട് 97(1) പ്രകാരം പോലീസ് മേധാവിയെ ചുരുങ്ങിയത് 2 വർഷമെങ്കിലും തുടരാൻ അനുവദിക്കണമെന്നാണ് ചട്ടം. തന്റെ കാര്യത്തിൽ ഇത് പാലിച്ചില്ല. കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി എന്നാണ് സ്ഥാനമാനത്തിനുള്ള മറ്റൊരു കാരണമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇത്തരമൊരു കാരണം ചൂണ്ടിക്കാട്ടി മാറ്റാനാവില്ലെന്നായിരുന്നു സെൻകുമാറിന്റെ മറ്റൊരു വാദം. തന്റേത് സ്ഥലം മാറ്റമല്ല, തരം താഴ്ത്തലാണ്. ശിക്ഷാ നടപടി എന്ന നിലയ്ക്കാണ് തന്റെ സ്ഥാനചലനം എന്ന് വ്യക്തമാണ്. താഴ്ന്ന ശമ്പള സ്കെയിലിലേക്കാണ് തന്നെ മാറ്റിയതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാരണങ്ങളാൽ പോലീസ് മേധാവി സ്ഥാനത്തു നിന്നും തന്നെ നീക്കിയ നടപടി അസ്ഥിരപ്പെടുത്തണമെന്നായിരുന്നു സെൻകുമാറിന്റെ ആവശ്യം. എന്നാൽ സ്റ്റേ ആവശ്യം ട്രിബ്യൂണൽ അംഗീകരിച്ചില്ല. അതേസമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും പുതുതായി ചുമതലയേറ്റ DGP ലോക്നാഥ് ബെഹ്റയ്ക്കും പ്രത്യേക ദൂതൻ വഴി നോട്ടീസ് അയക്കാൻ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിട്ടു. ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 14ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. പ്രോടൈം സ്പീക്കർ S. ശർമ്മ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 14ാം കേരള നിയമസഭയുടെ പുതിയ അംഗങ്ങളായി 139 പേരും നിയമസഭാ പ്രോടൈം സ്പീക്കറായ S. ശർമ്മ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആകെയുള്ള 140 പേരിൽ 44 പേർ പുതുമുഖങ്ങളാണ്. കഴിഞ്ഞ നിയമസഭയിൽ ഉണ്ടായിരുന്ന 83 പേരും ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ പെടുന്നു. ഭരണപക്ഷത്തിൽ നിന്ന് 90 പേരും പ്രതിപക്ഷത്തിൽ നിന്ന് 47 പേരും MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച പൂഞ്ഞാർ MLA PC ജോർജും BJPയുടെ പ്രതിനിധിയായി ആദ്യമായി നിയമസഭയിലേക്ക് എത്തിയ O. രാജഗോപാലും സത്യപ്രതിജ്ഞ ചെയ്തു. ബഹുഭൂരിപക്ഷം അംഗങ്ങളും മലയാളത്തിൽ സഗൗരവം പ്രതിജ്ഞയെടുത്തപ്പോൾ മറ്റു ചിലർ ദൈവനാമത്തിലാണ് പ്രതിജ്ഞ ചെയ്തത്. ധർമ്മടം MLA-യും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ 137ാമതായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഈ നിയമസഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായ മലമ്പുഴയിലെ MLA-യും മുൻ പ്രതിപക്ഷ നേതാവുമായ VS അച്യുതാനന്ദൻ 8ാമതായി സത്യപ്രതിജ്ഞ ചെയ്തു. നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. PB അബ്ദുൾ റസാഖ് കന്നഡയിലും K. രാജേന്ദ്രൻ തമിഴിലും പ്രതിജ്ഞയെടുത്തു. മുരളീധരൻ, ഹൈബി ഈഡൻ എന്നിവർ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായ EP ജയരാജൻ, E. ചന്ദ്രശേഖരൻ, AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തവരിൽ പ്രമുഖരാണ്. നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. സത്യപ്രതിജ്ഞ എടുത്ത 8 വനിതകളിൽ വീണ ജോർജ്, CK ആശ, പ്രതിഭ ഹരി എന്നിവർ പുതുമുഖങ്ങളാണ്. പട്ടാമ്പിയിൽ നിന്ന് വിജയം സ്വന്തമാക്കി മുഹമ്മദ് മുഹ്സീൻ ഈ നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമെന്ന പദവി സ്വന്തമാക്കി. രാവിലെ 9 മണിക്ക് ആരംഭിച്ച് 2.5 മണിക്കൂർ നീണ്ടുനിന്ന സത്യപ്രതിജ്ഞാ ചടങ്ങോടെ 14ാം നിയമസഭയിലെ ആദ്യ ദിനത്തിലെ നടപടികൾ പൂർത്തിയാവുകയായിരുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോടിന്റെ മേയറായിരിക്കെയാണ് VKC മുഹമ്മദ് കോയ ബേപ്പൂർ MLA ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത്. സ്വന്തം മണ്ഡലത്തിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടുണ്ട് VKCക്ക്. മുഹമ്മദ് കോയ ബേപ്പൂരിന്റെ സ്വന്തം MLA. കോഴിക്കോട്ടുകാരനായി ജനിച്ചു വളർന്ന് 7 തവണ തെരഞ്ഞെടുപ്പിന് നേരിട്ട് വിജയിച്ച ആൾ. വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഏറെ. സ്വപ്നങ്ങളല്ല, ആവശ്യങ്ങളാണ് തനിക്ക് പറയാനുള്ളതെന്ന് VKC പറയുന്നു. മണ്ഡലം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കുടിവെള്ള പ്രശ്നമാണ്. കഴിഞ്ഞ MLA മണ്ഡലത്തിൽ തുടങ്ങിവെച്ച ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ തുടർച്ച. ഒപ്പം വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി നടപ്പിലാക്കും. വിതരണ പൈപ്പുകൾ ഉടൻ തന്നെ സ്ഥാപിക്കും. ആവശ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കുടിവെള്ള പദ്ധതി. പുതിയ മന്ത്രിയുമായിട്ട്
ഈ വെള്ളത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിയുമായിട്ട് സംസാരിക്കണം. അപ്പോൾ സംസാരിച്ചിട്ട് എത്രയും വേഗം അതിനുള്ള നടപടി സ്വീകരിച്ചാൽ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ സുഖമായിട്ട് ഈ വീടുകളിൽ വെള്ളത്തിൽ കൊടുക്കാൻ പറ്റും. ബേപ്പൂർ മണ്ഡലത്തിന്റെ സൗന്ദര്യവും ടൂറിസ്റ്റുകളുടെ ആകർഷണ കേന്ദ്രവുമായ ബേപ്പൂർ പുളിമുട്ടിന്റെ നവീകരണമാണ് മറ്റൊരു ലക്ഷ്യം. അനാഥമായി കിടക്കുന്ന പുളിമുട്ടിന് പുതിയ ചുമതലക്കാരെ കണ്ടെത്തി പുതിയ മുഖം നൽകണം. മേയർ കുപ്പായം അഴിച്ചുവെച്ചുകൊണ്ടാണ് VKC മുഹമ്മദ് കോയ MLA-യുടെ വേഷം അണിഞ്ഞിരിക്കുന്നത്. കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട മേയർ ആയിരുന്നതുകൊണ്ട് തന്നെ മണ്ഡലത്തിന്റെ മുക്കുമൂലയും VKCക്ക് പരിചിതവുമാണ്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങളും ഏറെയാണ്. ക്യാമറാമാൻ RK ഫിറോഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. കേരളത്തിൽ വ്യവസായ സംരംഭകർക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കുമെന്ന് മന്ത്രി EP ജയരാജൻ. കേരളത്തിലെ വ്യവസായ മേഖല കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്നും പ്രവാസി നിക്ഷേപം ആകർഷിക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഞങ്ങളുടെ പൊതുനയം മൈനിങ് രംഗത്ത് പൊതുമേഖലയെ മാത്രമേ അനുവദിക്കുന്നതാണ്. LDFന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളത് ഖനന രംഗം പൊതുമേഖലയിൽ മാത്രമേ പറ്റൂ. എന്നാൽ ഇന്ന് സ്വകാര്യ മേഖലയിൽ ഉണ്ടാവും. അതിനെ നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല. പൊതുമേഖലയ്ക്ക് പ്രോത്സാഹനം കൊടുക്കുക, ഖനനം പൊതുമേഖലയിൽ എന്ന കാഴ്ചപ്പാടാണ് LDFന്റേത്. ആ നയം തന്നെയാണ് ഉണ്ടാകുക. വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ്. സ്വാശ്രയ കോളേജ് പ്രവേശനം ചർച്ചയ്ക്ക് ശേഷമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. പ്രൊഫസർ ശശികുമാർ തുടർച്ചയായ നീതി നിഷേധത്തിന്റെ ഇരയാണെന്നും അതുകൊണ്ടാണ് ശശികുമാറിന് പ്രിൻസിപ്പൽ നിയമനം നൽകിയതെന്നും മന്ത്രി വ്യക്തമാക്കി. എവിടെ നിന്നാണോ ഈ ഡീവിയേഷൻ ഉണ്ടായത് അതെല്ലാം തിരിച്ച് പഴയ സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷൻ സങ്കല്പത്തിലേക്ക് വിദ്യാഭ്യാസത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. തിയററ്റിക്കലായിട്ടുള്ള സമീപനം അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു തിരിച്ചുവരവിലൂടെ മാത്രമേ, തിരിച്ചുവരവ് എന്ന് വെച്ചാൽ പുറകോട്ട് പോക്കല്ല, സങ്കല്പത്തിലേക്ക് തിരിച്ചു വരൂ, അതേസമയം മുന്നോട്ട് പോകും. അതിലൂടെ മാത്രമേ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുള്ളൂ. നിലവിലുള്ള എല്ലാം ഇല്ലാതാക്കുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നിലവിലുള്ള സ്ഥാപനങ്ങളൊക്കെ നിലനിർത്തുമ്പോൾ തന്നെ അതിലെ വിദ്യാഭ്യാസ സങ്കല്പങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ സൈദ്ധാന്തികമായിട്ടുള്ള വിദ്യാഭ്യാസ തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ദീർഘകാല ശ്രമം നടത്തും. അതിന് വലിയൊരു ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ വേണ്ടി വരും.